അപ്പനുമായി തെറ്റിപ്പിരിയാനുള്ള കാരണം എന്താണെന്ന് നീ പറഞ്ഞില്ല. അപ്പന്റെ ഓൾഡ് ലവ് സ്റ്റോറിയും കിഡ്നാപ്പിംഗും കാരണം എന്റെ ലവ് സ്റ്റോറി ഫ്ലോപ്പ് ആവണമെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞു. അത് ഇത്ര വലിയ തെറ്റാ ഫാദർ? ആ, അപ്പനായാലും അപ്പൂപ്പനായാലും ഞാൻ ആയും പറയും. ഇട്ടിച്ചനോട് സ്നേഹമുള്ള എന്റെ അമ്മച്ചിയെ മാറി നിന്ന് സ്നേഹിക്കേണ്ട വല്ല കാര്യമുണ്ട് എന്റെ അപ്പന്? വെയിറ്റിംഗ് ലിസ്റ്റിലിരുന്ന് സ്നേഹിക്കാൻ എന്റെ അമ്മച്ചി എന്താ കുർള എക്സ്പ്രസ്സാ? അതോ നേത്രാവതി എക്സ്പ്രസ്സോ? ഇട്ടിച്ചൻ ചതിച്ചു എന്ന് ബോധ്യമായപ്പോ ഇട്ടിച്ചന്റെ ടിക്കറ്റ് അമ്മച്ചി ക്യാൻസൽ ചെയ്തു. ഉടനെ എന്റെ ഇപ്പോഴത്തെ അപ്പൻ ആ സീറ്റിൽ കയറിയിരുന്നു. അല്ലെങ്കിൽ ഇട്ടിച്ചന്റെ ബംഗ്ലാവിൽ ജനിക്കേണ്ടവനാ ഞാൻ. അങ്ങനെ വരുമ്പോ മേരി എന്റെ പെങ്ങളായിട്ട് വരും. ഈ പ്രേമവും തല്ലുകൊള്ളലും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോ എല്ലാം കുഴപ്പിച്ചത് എന്റെ കപ്പ്യാരപ്പച്ചനല്ലേ ഫാദർ? അതിനെന്നെ എന്തൊക്കെയാ പറഞ്ഞേ? ഞാൻ പണിയെടുക്കാത്തവനാണത്രേ. ഇന്നാട്ടിൽ പണിക്ക് പോണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അത് ശരി. അപ്പൊ അതിനു വേണ്ടിട്ടാണോ കുഞ്ഞാട് അച്ഛന്റെ മേടയിലേക്ക് കയറി വന്നിരിക്കുന്നത്? കുഞ്ഞാടോ? ദേ അച്ഛോ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പ്രസംഗത്തിലും കുർബാനക്കിടയിലും ആട് കുഞ്ഞാടെന്നൊന്നും പറയരുതെന്ന്. ആളുകൾ കളിയാക്കി ചിരിക്കുക. ദേ, ഇനി ആടിന് പകരം ഷീപ്പ്, കുഞ്ഞാടിന് പകരം ലിറ്റിൽ ഷീപ്പ് അഥവാ ലിറ്റിൽ ലാംപ്, ആട്ടിടയൻ, ഷീപ്പിടയൻ, അങ്ങനെ പറഞ്ഞാൽ മതി അച്ഛൻ. എടാ, നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എരിഞ്ഞ് കുടിച്ചു മൂടിയാണ്. എടാ, നെറ്റിയിലെ വേർപ്പുകൊണ്ട് ഭക്ഷണം കഴിക്കണം. കുസ്നിക്കാരന്റെ നെറ്റിയിലെ വേർപ്പ് ദോശയിൽ വീണാൽ അച്ഛൻ കഴിക്കൂ? എടാ, അധ്വാനിച്ച് അന്നം കണ്ടെത്തണമെന്നാ അതിന്റെ അർത്ഥം. എല്ലാ ഞായറാഴ്ച അച്ഛൻ പറയുന്നില്ലേ ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല? നീ വല്ലവന്റെ കൊത്തി തിന്ന് എത്ര നാളെ നടക്കുമെന്ന് നീ കാണണം. ഇവിടുത്തെ കപ്പ്യാരാകാൻ പറഞ്ഞിട്ട് പോലും നിനക്ക് വയ്യല്ലോ. ഒരു കലാകാരനായി ഞാൻ എങ്ങനെ അച്ഛൻ മണിയടിക്കുന്നത്? ഒരു കലാകാരനായി ഞാൻ വൈദികനായില്ലേ? ഒരു കലാകാരൻ. അച്ഛന്റെ കലാവാസന എന്നെ ഈ പരുവത്തിലാക്കിയത്. ആ സീരിയലിന്റെ തിരക്കഥ മര്യാദക്ക് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എന്റെ തിരക്കഥ പറഞ്ഞ നിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഇറക്കി വിടും. എടാ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നീ ഇങ്ങനെ ഒന്നും ആകാതെ നിൽക്കുന്ന കാണുമ്പോൾ ഏതപ്പനും വിഷമം ഉണ്ടാവും. നീ ആദ്യം സ്വന്തം കാലിൽ നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്ക. നാളെ തന്നെ നീ കപ്പ്യാരായിട്ട് ചാർജ് എടുക്കണം. അല്ലെങ്കിൽ ആ സ്ഥാനവും നിന്റെ ചേട്ടൻ കൊണ്ടുപോകും. തൽക്കാലം നീ പോയി കിടക്ക്. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അച്ഛൻ കുളിച്ചോണ്ടിരുന്നപ്പോ ഡൈനിങ് ടേബിളിൽ ഇരുന്ന അച്ഛന്റെ താറാവും ബ്രെഡും ഞാൻ കഴിച്ചു. ഓ, ഇനി ഫ്രൂട്ട് സലാഡോ ചൂട് പാലോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും? ഇന്നിനിപ്പോ വേണ്ട. എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ, എപ്പോ വേണേലും സോളോമോൻ പോയി കിടന്നോളൂ. ഇവിടെ സ്ഥിരതാമസമാക്കാവെന്ന് വിചാരിക്കണ്ട. നാളെ തന്നെ വരെ സ്ഥലം നോക്കണം. അച്ഛന്റെ പാൻറ്റൊന്നും എനിക്ക് പാകാവണില്ല, പക്ഷെ ജെട്ടി കറക്റ്റാ. ഇത് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്ഥിര അച്ഛനാവും. ഇതെന്താ അച്ഛന്റെ ലോഹിട്ട് ബക്കറ്റായിട്ട് പിരിവിനിറങ്ങിയ? ഏതാണ്ടാ പരുവായി. ലോനപ്പന അറിഞ്ഞ ജോസേട്ടനെ പുറത്താക്കാൻ നോക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായി. എല്ലാം തുറന്നു പറഞ്ഞിട്ടും അത് ജോസേട്ടൻ തന്നെയാണെന്നാ എല്ലാരും വിശ്വസിക്കുന്നത്. ഇപ്പൊ എനിക്കും കൺഫ്യൂഷനായി. ഇനി അത് ശരിക്കും ജോസേട്ടൻ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ പെങ്ങാമാര് പേടിക്കണ്ട, നാട്ടിലുള്ള പെണ്ണുങ്ങൾ പേടിച്ചാ മതി. അതവിടെ ഇരിക്കട്ടെ. ഞാൻ വന്ന് വേറൊരു കാര്യം പറയാനാണ്. ഞാനിന്ന് മേരിയെ കണ്ടിരുന്നു. അവക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. അതുകൊണ്ട് വളരെ അത്യാവശ്യമായി നിന്നോട് സംസാരിക്കാനുണ്ടെന്നും ഇന്ന് രാത്രി 12 മണിയോടെ അവളുടെ വീട്ടിൽ ചെല്ലാനും പറഞ്ഞു. രാത്രി 12 മണിക്ക് അവളുടെ വീട്ടിലാ? അത് ഞാൻ ഒറ്റയ്ക്ക്? വേണ്ട, 10 പള്ളി കമ്പനിക്കാരും പോരെങ്കിൽ കുണ്ടുകുഴി അച്ഛനെ വിളിച്ചോ. ഇന്ന് രാത്രി നീ ചെന്നില്ലെങ്കിൽ അവളോട് നിനക്ക് സ്നേഹമില്ലെന്ന് അവൾ ധരിക്കും. ഇത് ലാസ്റ്റ് ചാൻസാ. പേടിയേക്കാൾ വലുത് അവളോടുള്ള സ്നേഹമാണെന്ന് പോയി തെളിക്കടാ. പിന്നെ ഒരു NB ഉണ്ട്. വീടിന്റെ പിൻവശത്തെ വാതിലിന്റെ ഹുക്ക് നിനക്കായി അവൾ തുറന്നിട്ടിരിക്കും. മേരി, 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 മേരി. കർത്താവേ, ഹിന്ദി കിതാബ്. ഹിന്ദി വായിച്ച ബോധം പോയോ? മേരി, മേരി ആവാസ് സുനോ, മേരി ആവാസ് സുനോ. പനി. കർത്താവേ, ഉയർത്തെഴുന്നേൽപ്പിക്കണേ. മനുഷ്യനെ പേടിപ്പിച്ചാണല്ലോ. അപ്പൊ എന്റെ അവസ്ഥയാ. ഇതെന്ത് വേഷം ഇത്? വേഷം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാണ്ട് നിക്കാം. അപ്പഴാ നീ എന്നെ കൊലക്ക് കൊടുക്കാൻ ഈ ആരാച്ചാരന്മാരുടെ ഇടയിലേക്ക് വിളിപ്പിച്ചത്. അപ്പൊ വേണമെന്ന് വെച്ചാൽ സോളമൻ എന്തും ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്.
അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ഞാൻ മനഃപൂർവ്വം ഈ രാത്രി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ആരും എന്റെ കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ല. കൗൺസിലിംഗിന്റെ കഴിഞ്ഞ സിറ്റിംഗ് നീ മുടക്കിയെന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ നിനക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ തന്നത്. നീയും ഡോക്ടറിനോട് ചികിത്സിച്ച് എന്നെ കൊല്ലരുത് കേട്ടോ. എന്തായാലും കൗൺസിലിംഗ് കൊണ്ട് നല്ല ഗുണമുണ്ട്. രാത്രി ഒറ്റയ്ക്ക് ഇവിടെ വരെ വരാനുള്ള ധൈര്യമൊക്കെ ആയില്ലേ? ഇനി അപ്പന്റെ തണലിൽ നിൽക്കാതെ സ്വന്തമായിട്ട് ഒരു ജോലി സമ്പാദിക്കാൻ നോക്ക്. തൽക്കാലം കപ്പ്യാരെങ്കിൽ കപ്പ്യാര്. കപ്പ്യാരാ? ഞാൻ കപ്പ്യാരാവുന്നതിൽ നിനക്ക് കുറച്ചിലൊന്നുമില്ലേ? ദൈവത്തോട് അടുക്കുന്നത് ഒരു കുറച്ചിലാണോ? അതൊരു സൽക്കർമ്മല്ലേ? ആണോ? എങ്കിൽ നാളത്തെ പള്ളിമണി അടിച്ച് ഞാൻ കപ്പ്യാരായിട്ട് ചാർജ് എടുക്ക. പള്ളിയിലെ ഗായക സംഘത്തോടൊപ്പം നീ പാടുമ്പോ ഞാൻ കപ്പ്യാരായിട്ട് ആൾത്താരയിൽ ഇങ്ങനെ. അവിടെ വാതിൽ വെച്ച പോലായിരുന്നോ? അതെ, ഞാൻ സെമിത്തേരി വഴിയാ പോണേ. നാളെ രാവിലെ പള്ളിമണി കേട്ടാ ഞാൻ വിട പറഞ്ഞു എന്ന് കരുതിയാ മതി. ഒന്നും കിട്ടിയില്ല. ശരിയാ, പോയില്ലെങ്കിൽ ഇവിടുന്ന് കിട്ടും. ഓ, നടു റോട്ടിലാ ടീ പോയിരുന്നേ. ഈശോ, ഇടിവണ്ടി വരണോ? ഇതെന്താണ് തുമ്പിക്കയ്യ? എന്താ അതെ, കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചപ്പോഴേ ഞാൻ പലതും അങ്ങോട്ട് തുറന്ന് പറഞ്ഞു പോയി. അതിങ്ങനെയൊക്കെ വന്ന് കലാശിക്കുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല. നിങ്ങൾ കഥവ് തുറന്നു കൊടുക്കാതെ അച്ഛനങ്ങനെ അകത്ത് കയറി? എന്നെ വെറുതെ ഡൗട്ട് അടിക്കരുത്. അങ്ങനെ പകൽ വന്ന് കട്ടടി കയറിയിട്ടുണ്ടോ? നാറ്റ കേസ്. തൽക്കാലം ഇത് ആരോടും പറയണ്ട. എന്നാലും അച്ഛൻ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ജോസഫേട്ടാ, ചേട്ടാ, നിങ്ങളിത് എന്ത് ഭാവിച്ചാ? കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാനൊരു വൈദികനാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഏതെങ്കിലും ഒരുത്തനെ കണ്ടുപിടിച്ച് നിങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടത്തി തരാൻ ഞാൻ ടീച്ചറോട് പറയാം. എന്താച്ചോ? ഏയ്, അച്ഛന്മാർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ ഇടവകയിൽ ഇതുപോലെ ചില നിങ്ങൾ കാണുമല്ലോ. അത് ശരി. ഇടവക്കാരി കണ്ടപ്പോ എന്നെ കുറ്റക്കാരിയാക്കി അച്ഛൻ കൈകഴുകാണല്ലേ? ഒരു കളങ്കമില്ല ജീവിച്ചിരുന്ന എന്നെ വെറുതെ അനാവശ്യം പറയരുത്. എന്റെ കർത്താവേ, പാതിരാത്രിക്ക് എന്റെ മുറിയിൽ കയറി എന്നെ തുടക്കം കുറിച്ച് ആരാ? അച്ഛൻ തന്നെ. ഇല്ലാവചനം പറഞ്ഞ് അടിച്ച് ചെവുക്കല് ഉറപ്പിക്കും ഞാൻ. അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഏയ്, അച്ഛനെ കുറിച്ച് ഇങ്ങനൊരു പരാതി ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഈ അച്ഛൻ എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓർത്ത് ജോണിക്കുട്ടി കണ്ടതാന്നേ. നിങ്ങൾക്ക് സംശയം ഉണ്ടേ നിങ്ങൾ ജോണിക്കുട്ടിയോട് ചോദിച്ചു നോക്കെ, എന്നിട്ട് വിശ്വസിച്ചാ മതി. അച്ചോ, അച്ചോ, ദേ ഇത് ന്യായം. ഈ ചന്തമറിയല്ലാതെ അച്ഛന് വേറെ ആരും കിട്ടിയില്ലേ? അത് ശരി, അച്ഛന് നല്ല സംബന്ധം കിട്ടാത്തതില്ല നിനക്ക് വിഷമം. ഒരു വൈദികന് ചേരുന്ന പണിയാണോ അങ്ങനെ കാണിച്ചത്? അങ്ങനെയൊക്കെ കുണ്ടുവഴി അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. ആദ്യം ഞങ്ങൾ വിശ്വസിച്ചില്ല. പിന്നെ ജോണിക്കുട്ടി വന്ന് പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾക്ക് വിശ്വാസമായത്. ഈ അച്ഛൻ വന്നേ പിന്നെയല്ലേ പണ്ട് പൊന്നും കുരിശ് മോഷണം പോയത്. ലൈറ്റ് ആയിട്ട് ഒരു ചായ എടുത്തോളൂ. സ്ട്രോങ് ആയിട്ട് പള്ളിയിൽ മണി അടിക്കാനുള്ളതാ. എന്നാലും കപ്പ്യാരി അച്ഛന് ഒരേ വീട്ടിൽ തന്നെ സംബന്ധം പിടിച്ചാൽ എങ്ങനെയാ സോളമ്മ? വീടെങ്കിലും ഒന്ന് മാറി പിടിക്കാൻ പറ. ഞാൻ അവിടുത്തെ കപ്പ്യാരായതുകൊണ്ട് പറയല്ല, നമ്മുടെ കുണ്ടൂഴി അച്ഛൻ വളരെ ഡീസന്റ് ആണെന്നേ. ഇത് വല്ല കള്ളന്മാരും അച്ഛന്റെ ലോക്കിയിട്ട് കയറിയതായിരിക്കും. പിന്നെ കള്ളന്മാര്. എങ്ങനെയാലും അച്ഛന്റെ മുഖം രക്ഷിക്കാൻ ഇനി വേറെ മാർഗങ്ങളൊന്നും ഇല്ല സോളമ. അവിടെ പാരിഷ് കൗൺസിൽ കൂടി ബിഷപ്പിന് മെമ്മോറാണ്ടം തരാക്കി കൊടുക്കാൻ പോവാ. കുണ്ടുകുഴി അച്ഛൻ ലോഹ ഊരേണ്ടി വരും.